എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പത്തനംതിട്ട സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, നന്ദു അനിയോട് അജയനെ കുറിച്ചിട്ടുള്ള സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട്. ഇതൊന്നും തന്നെ വിശ്വസിക്കാനാവാതെ നിൽക്കുന്നുണ്ട് അനി. എന്നാൽ തന്റെ കയ്യിലുള്ള തെളിവുകളും ഡോക്യുമെന്റ്സും എല്ലാം അനിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നന്ദു. ഇത് കാണുമ്പോൾ അനിക്ക് വിശ്വസിക്കാതെ വേറെ വഴിയുണ്ടാവുന്നില്ല. അനി നന്ദുവിനോട് പറയുന്നുണ്ട്, നീ എന്നോട് ഒരിക്കലും കള്ളം പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്ദു. അതുകൊണ്ട് തന്നെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കാം. എന്നാൽ എൻ്റെ അച്ഛനെ ഞാൻ എന്നും ഒരു സത്യസന്ധനായും നല്ലൊരു മനുഷ്യനായും മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരോട് അച്ഛൻ കള്ളം പറയുന്നത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ. ആ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛനൊരു കള്ളക്കടത്ത് നടത്തുന്ന ആളാണ്. ഇത്രയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല നന്ദു എന്ന് പറയുന്നുണ്ട് അനി. നന്ദു പറയുന്നുണ്ട്, എനിക്കും ഇത് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അനി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി. ഇത്രയും വലിയൊരു തെറ്റ് നിന്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്കും എന്നെ പോലെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നാഗേന്ദ്രനാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ ഈ ഡോക്യുമെന്റ്സ് എല്ലാം അത് ഒരിക്കലും ഫേക്ക് അല്ല. എനിക്കിത് കണ്ടപ്പോഴേ അത് മനസ്സിലായതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് നേരിട്ട് തന്നെ എനിക്ക് ചോദിക്കണം നന്ദു. ഈ ചെയ്തു കൂട്ടിയതെല്ലാം അച്ഛനാണോ എന്ന് എനിക്ക് അച്ഛനോട് തന്നെ ചോദിക്കണം. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ അച്ഛന് എങ്ങനെ തോന്നി? മൂർത്തീസ് ജ്വല്ലറിയെ മുൻനിർത്തി അച്ഛൻ ഇത്രയും വലിയ കള്ളക്കടത്തും സ്വർണ്ണ തട്ടിപ്പും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഇതിനെക്കുറിച്ച് എനിക്ക് അച്ഛനോട് ചോദിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ച് പോവാൻ ഒരുങ്ങുന്നുണ്ട് അനി. നന്ദു അനിയെ തടയാൻ തുനിയുന്നുണ്ടെങ്കിലും അനി നന്ദു പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ശേഷം നാഗേന്ദ്രൻ കാറിൽ പോകുന്ന സമയത്താണ് ആദർശിന്റെ കാറ് റോഡരികില് പാർക്ക് ചെയ്തിരിക്കുന്നത് നാഗേന്ദ്രൻ കാണുന്നത്. നാഗേന്ദ്രൻ കാറിനടുത്തായി തന്റെ കാറ് പാർക്ക് ചെയ്തതിനു ശേഷം ആദർശിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആദർശ് കാറിലിരിക്കുന്ന സമയത്ത് കാറിന്റെ ഗ്ലാസ്സിൽ മുട്ടുന്നുണ്ട് നാഗേന്ദ്രൻ. ആദർശ് ഗ്ലാസ് താത്തിയിട്ട് നാഗേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പുറത്തിറങ്ങി വന്ന് നാഗേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? ഇത് കേൾക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്നെ കുറിച്ച് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെല്ലാം ഞാൻ അറിഞ്ഞു. ഞാനൊരു നിരപരാധിയാണോ എന്നുള്ള സംശയം നിനക്കുണ്ടെന്നും ഞാൻ അറിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ, നിങ്ങൾ നിരപരാധിയാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആരാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റുകാരൻ, ഞങ്ങളുടെ കുടുംബത്തിന് ആ വലിയ ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാ എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് കണ്ടുപിടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ അത് നിന്റെ ചെറിയച്ഛൻ തന്നെയാ, അജയൻ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തേ പറയുന്നത്? ചെറിയച്ഛനോ? ചെറിയച്ഛൻ എൻ്റെ സംശയത്തിന് പോലും ഇല്ല. കാരണം ചെറിയച്ഛൻ ഒരു പാവമാണ്, ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒന്നും സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കാതെ കമ്പനിക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നൊരു പാവമാണ് ചെറിയച്ഛൻ. എന്നിട്ട് ചെറിയച്ഛനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ അജയനെ കുറിച്ചിട്ട് ഇങ്ങനെയാണോ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ അത് തെറ്റാണ്. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ മുഖംമൂടി അണിഞ്ഞ ചെന്നായ അത് അജയനാണ്. അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാ നന്ദുവിനെ കണ്ടിട്ട് മാഡത്തിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. ഇനി സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം. എന്ത് കാര്യങ്ങൾ അറിയണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. നീ സത്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാൽ നീ ഇതുവരെ കണ്ടുപിടിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് സത്യങ്ങൾ നിന്നോട് ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്.
നിങ്ങളുടെ കമ്പനിയിൽ മൂർത്തി ജ്വല്ലറിയെ മുൻനിർത്തി ഏറ്റവും വലിയ സ്വർണ്ണ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് നിന്റെ ചെറിയച്ഛൻ അജയൻ. അയാൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? ഒരുപാട് സ്ഥലങ്ങളും ഫ്ലാറ്റുകളും എസ്റ്റേറ്റുകളും എല്ലാം അയാളുടെ പേരിൽ അയാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനിയെ തട്ടിച്ചും വെട്ടിച്ചുമെല്ലാം. അതും കൂടാഞ്ഞ് കള്ളക്കടത്ത് നടത്തിയും സ്വർണ്ണ കള്ളക്കടത്തിലൂടെയും ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് നിന്റെ ചെറിയച്ഛൻ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇതിനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ പോയി നന്ദുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നന്ദു ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കാമെന്നും എന്നോട് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് നാഗേന്ദ്രൻ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ആദർശ്. ഞാൻ പറയുന്നതെല്ലാം നീ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പാവത്താനൊന്നും അല്ല ആ അജയൻ. അയാളൊരു മുഖം മൂടി അണിഞ്ഞ ചെന്നായയാണ്. ഇത്രയും നാളായിട്ട് മൂർത്തി സാറിനെ എല്ലാം ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. പിന്നെ ഇതും മാത്രമല്ല, ആ കുടുംബത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി പോരാൻ കാരണം അയാൾ തന്നെയാണ്. ശരിയാണ്, ഒരു നെക്ലസിന്റെ പേരിലാണ് എനിക്ക് അവിടുന്ന് ഇറങ്ങി പോരേണ്ടി വന്നത്. പക്ഷേ ആ തെറ്റ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഞാനല്ല, ജലജയാണ്. അവളുടെ അത്യാഗ്രഹം കാരണമാണ് അന്ന് ഞാൻ അതെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നതും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നതും. പക്ഷേ എന്നെ അവിടെ കുറ്റക്കാരനാക്കാൻ മുൻനിരയിൽ നിന്ന ആൾ കൂടിയാണ് നിന്റെ ഈ ചെറിയച്ഛൻ. അയാൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം എനിക്ക് അയാൾ ചെയ്തിട്ടുള്ള സകലമാന തെറ്റുകളും നന്നായിട്ട് അറിയാം എന്നുള്ളൊരു കാരണം കൊണ്ട് കൂടിയാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് അയാൾ എന്നെ അവിടുന്ന് പുറത്താക്കിയത്. ഇതൊന്നും പോരാഞ്ഞ് വലിയൊരു രഹസ്യമുണ്ട്. ഞാൻ ഒരിക്കലും അബിയുടെ അച്ഛനല്ല. അബിയുടെ അച്ഛൻ അത് മറ്റൊരാളാണ്. ഞാൻ ജലജയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജലജ ഗർഭിണിയായിരുന്നു. ആ സത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ജലജയെ കല്യാണം കഴിച്ചത്. ജലജയെ ഒരാൾ ചതിച്ച് ഗർഭിണിയാക്കിയതാണ്. ആ ജലജയെ ചതിച്ച അതേ ആള് തന്നെയാണ് ഈ അജയന്റെ കൂട്ടുകാരൻ. അജയനാണ് അയാളെ കൊണ്ട് ഇത്രയും വലിയ തെറ്റ് ചെയ്യിച്ചത്. കാരണം ജലജയെ ദത്തെടുത്തത് അജയൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് കൂടി സ്വത്ത് ഭാഗിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ള പേടിയിലാണ് അജയൻ തന്റെ കൂട്ടുകാരനെ കൊണ്ട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യിച്ചത്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ഞാൻ ജലജയെ കല്യാണം കഴിച്ചത്. കാരണം എനിക്ക് ജലജയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ അവൾ എൻ്റെ മനസ്സ് കണ്ടിട്ടില്ല. അവൾ സ്നേഹിച്ചത് സ്വത്തിനെയും പണത്തിനെയും മാത്രമാണ്. എങ്കിലും അബിയെ ഞാൻ എൻ്റെ സ്വന്തം മകനായി കണ്ടു തന്നെയാ സ്നേഹിച്ചതെല്ലാം. എന്നാൽ ജലജയ്ക്ക് അറിയില്ല, ഇത്രയും വലിയ തെറ്റ് തന്നോട് ചെയ്ത ആ ദുഷ്ടൻ, അയാൾ ഇതെല്ലാം ചെയ്യാൻ കാരണം ഈ അജയനാണ് എന്നുള്ള കാര്യം. ഇതെല്ലാം അവൾ അറിഞ്ഞാൽ അവൾക്കതൊട്ടും സഹിക്കാനും കഴിയില്ല. കാരണം അവൾക്ക് സ്വർണത്തിനോടും സ്വത്തിനോടുമെല്ലാം അത്യാഗ്രഹമുണ്ടെങ്കിലും അജയനെ അവൾ സ്വന്തം കൂടപ്പിറപ്പായി തന്നെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട് നാഗേന്ദ്രൻ. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ആദർശ്. നിങ്ങൾ ഈ പറയുന്നതെല്ലാം സത്യമാണോ? അബി അപ്പൊ നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അബി എൻ്റെ മകനല്ല. ഈ എൻ ജ്വല്ലറിയുടെ എയും എന്നും അതൊരിക്കലും അബിയും അനാമികയും അല്ല. അനാമിക മാത്രമാണ് എൻ്റെ മകള്. അബി എൻ്റെ മകനല്ല എന്ന് പറയുന്നുണ്ട്. ആദർശിന് അത് വലിയൊരു ഷോക്കായിരുന്നു. കാരണം ആദർശം വിശ്വസിച്ചുകൊണ്ടിരുന്നത് അബി നാഗേന്ദ്രന്റെ മകനാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവന് ഞാൻ എൻ്റെ സ്വന്തം മകനായി കണ്ട് തന്നെയാണ് സ്നേഹിച്ചത്. പക്ഷേ എൻ്റെ ഒരു ഗുണവും അവന് കിട്ടിയിട്ടില്ല. അവൻ്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മകനല്ല അവൻ എന്നുള്ളത് അവൻ 100 തവണ തെളിയിച്ചിട്ടുണ്ട് അവൻ്റെ സ്വഭാവം കാരണം. എൻ്റെ മകള്, അവള് മാത്രമാണ് എൻ്റെ സ്വന്തം മകള് എന്നെല്ലാം പറയുന്നുണ്ട് നാഗേന്ദ്രൻ. ആദർശ് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, ഇത് സത്യമാണ്. ഇതിനെ കൂടാതെ അജയൻ ചെയ്തു കൂട്ടിയിട്ടുള്ള സകലമാന കാര്യങ്ങളും അത് നിങ്ങളും കണ്ടുപിടിക്കുക തന്നെ വേണം. ഞാൻ ഏതായാലും നന്ദുവിനെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നന്ദു അതെല്ലാം അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനിയുടെ അച്ഛനാണല്ലോ അജയൻ, അതുകൊണ്ട് നന്ദു ഇതെല്ലാം മുക്കിക്കളയും എന്നൊരു സംശയം എനിക്കില്ലാതില്ല. പക്ഷേ നല്ലൊരു ഓഫീസറാണ് നന്ദുവെങ്കിൽ നന്ദു ഇതെല്ലാം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ മൂർത്തി സാർ ഇപ്പോഴും അജയനെ വെള്ളം തൊടാതെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ നല്ല മകനാണ് അജയൻ എന്നുള്ള വിശ്വാസത്തിലാണ് മൂർത്തി സാറ്. പക്ഷെ ആ മൂർത്തി സാറെ തന്നെ അവൻ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാവരെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അയാള്. പിന്നെ മൂർത്തി സാറ്, അയാൾക്കൊന്നും അറിയില്ല. നിങ്ങളുടെ സ്വത്തെല്ലാം ഇല്ലാതാവണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക വേണം. അല്ലെങ്കിൽ നിങ്ങളെല്ലാരും കൂടി
തെരുവിൽ നടന്ന് തേണ്ടേണ്ട അവസ്ഥയായിരിക്കും അയാൾ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേ എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ നിരപരാധിത്വം എന്താണെന്ന് അന്വേഷിക്കാൻ മനസ്സ് കാണിച്ച ഒരേ ഒരാള് നീ മാത്രമാണ്. നീ ഒരു നല്ലവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാ ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. നിങ്ങൾക്കൊരു മോശം അവസ്ഥ ഒരിക്കലും വരരുത് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ആ കുടുംബത്തോട് എനിക്ക് ഇനിയും പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കുടുംബം കാരണം എനിക്കുണ്ടായിട്ടുള്ളത് ചെറിയ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആ ദേഷ്യവും പകയും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അജയനാണ് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആ മഹാപാപി. അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോവാൻ ഒരുങ്ങുന്നുണ്ട് നാഗേന്ദ്രൻ. ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതെന്നും സത്യമല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ഞാൻ വഴിയെ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കാറിൽ കയറിക്കൊണ്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് നയനയെ വിളിക്കുന്നുണ്ട് ആദർശ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് നയനയോട് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ, നമ്മൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നയനെ. ഞാനോട് നേരിട്ട് കണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണം. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് ആദർശ്. അതിനുശേഷം നന്ദുവിനെ ആദർശ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദു ഇന്ന് നാഗേന്ദ്രൻ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ നാഗേന്ദ്രൻ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഈ കാര്യങ്ങൾ എങ്ങനെയാ ആദർശേട്ടൻ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ നാഗേന്ദ്രനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എനിക്ക് കംപ്ലൈന്റ് തന്നിട്ടുണ്ട് എന്നെല്ലാം അയാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ ആദർശേട്ടാ, എനിക്ക് കംപ്ലൈന്റ് തന്നിരുന്നു. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അന്വേഷണത്തിൽ ആ അനിയുടെ അച്ഛൻ ഒരു തെറ്റുകാരനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആണോ, എനിക്ക് അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നന്ദു എന്ന് പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എനിക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യാവസ്ഥ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ അനിയോട് ഈ കാര്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അവനും ആകെ ദേഷ്യത്തോടെയാണ് വീട്ടിലോട്ട് പോയത്. ഇനി അവിടെ ചെന്ന് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് ആദർശേട്ടാ. ആദർശേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് ചെല്ലും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ നോക്കണേ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കും സത്യാവസ്ഥ എല്ലാം അറിയണം നന്ദു, അതിനുവേണ്ടി തന്നെയാ ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.